എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്നാന്ന് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കറി വെക്കാൻ പോവുകയാണ്. ചെമ്മീനും മാങ്ങയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കല്ലേ. നമ്മുടെ ചക്കക്കുരു മാങ്ങ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ചെമ്മീനും മാങ്ങയും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെമ്മീനുണ്ട്, ഉണക്ക ചെമ്മീൻ, പിന്നെ മാങ്ങയും കിട്ടിയിട്ടുണ്ട്, പച്ചമാങ്ങ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടിപൊളി ഒരു കറിയാണ് ചെമ്മീനും മാങ്ങ, അതങ്ങ് വെക്കാമെന്ന് വിചാരിക്കും. അടിപൊളി. അപ്പം ഞങ്ങൾ വെക്കുന്ന രീതിയാട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചെമ്മീനും മാങ്ങയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒരു 1-2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സവോള അരിഞ്ഞിടുവാണ് കേട്ടോ. ഇതുപോലെ ഒരു ഒരു സവോളേൻ്റെ പകുതി കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഈ ചട്ടിക്കകത്തോട്ട് അരിഞ്ഞിടുവാണ്. ഇനി അടുത്തത് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ. അപ്പോൾ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഇനി അതെടുത്ത് ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. അന്നേരത്തിന് ആക്സിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് കേട്ടോ. ആക്സിലിന് കറി വെക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോഴത്തേന് അവന് ഓടി വരും. അവനതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പയറ് തോരനും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അരിയാലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉണക്ക ചെമ്മീനാണ് കേട്ടോ. ഇത് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഭയങ്കര അങ്ങോട്ട് പൗഡർ പോലെ പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തേച്ചാൽ മതി, അല്ലാണ്ട് ഭയങ്കരമായിട്ട് പൊടിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് പൊടിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇത് പൊടിക്കേണ്ടത്, ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊടിയായി പോകണ്ട. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചട്ടിക്കകത്തോട്ട്, അതായത് മാങ്ങേൻ്റെയൊക്കെ കൂടെ അങ്ങോട്ട് ചേർക്കുക, ഒരുമിച്ചാക്കുകയല്ല. പിന്നെ ഇത് നമ്മൾ ഇനി അടുപ്പേ വെച്ചാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അരപ്പുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവമാണ് വേണ്ടത്. സവോള, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സമയം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മാങ്ങയും നമ്മുടെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടുപ്പേ വെക്കാൻ പോവാണ്. ചെറിയൊരു നമ്മൾ മഞ്ഞളും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ എനിക്ക് നമ്മുടെ ചെമ്മീൻ്റെ മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മളിനി അടുപ്പേ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ അടുത്ത അരപ്പ് നമ്മൾ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിരട്ടയ്ക്കകത്ത് നിന്ന് ഇങ്ങനെ കതന്ന് വരികയല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. അതിങ്ങ് പോന്നു ചിരട്ടയ്ക്കകത്തുനിന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്, എന്തായാലും അരയ്ക്കാൻ തന്നെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സവോള നമുക്ക് എടുക്കണം, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ മുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ 2 അല്ലി ഇട്ടുള്ളൂ കേട്ടോ. കാരണം വെളുത്തുള്ളിക്കൊക്കെ എന്താ വില, ഇപ്പോൾ 300-ന് മുകളിലല്ലേ വെളുത്തുള്ളിക്ക് പൈസ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ചുളയെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അന്നേരത്തേനും നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് തിളച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതൊന്ന് നല്ലോണം തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ മാങ്ങ ഒന്ന് വേകുമല്ലോ. അപ്പം നമ്മുടെ മാങ്ങയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക. നമ്മുടെ ആ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നാലേ ആ ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ആ കറിക്ക് നമ്മൾക്ക് അടിപൊളിയായിട്ട് വരുള്ളൂ. നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ ഉടയും. അപ്പം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ച് കഴിയുമ്പോഴത്തേനും ഇതിനിടയ്ക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പിടണം കേട്ടോ. ആ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ഉപ്പിടുക. അപ്പോൾ നമ്മളിനി അടുത്ത് നമ്മുടെ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലോണം അരയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പീര ഇങ്ങനെ കാണും, അല്ലെങ്കിൽ നല്ലോണം അരഞ്ഞില്ലെങ്കിൽ.
ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനിയാണെങ്കിൽ ഇതൊന്ന് തിളച്ചാൽ മതി. ഈ അരപ്പ് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് എന്തോരം നമുക്ക് ചാറ് വേണം അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കടുക് പൊട്ടിക്കും. അത്രേ നമ്മളുടെ പരിപാടി ഉള്ളൂ. അന്നേരത്തേനും തന്നെ ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ആ ചെമ്മീൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. ഉപ്പ് നമ്മൾ നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത്. നമ്മുടെ ചക്കക്കുരു മാങ്ങ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഇതും. ചെമ്മീൻ മാങ്ങ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേ. ഇഷ്ടപ്പെട്ടോ? ആ ചെമ്മീൻ മാങ്ങ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പറ ബൈ പറ.